മരണം വേദനയാണ്. പെട്ടെന്നുള്ള അപകടമരണം എന്നുള്ളത് ഏറ്റവും വലിയ ദുരന്തവും. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ 1-ാം വർഷ BDS വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിൻ്റെ മരണം എൻ്റെയൊക്കെ മനസ്സിൽ ഒട്ടനവധി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ഉത്തരം കിട്ടാത്ത അനവധി ചോദ്യങ്ങൾ. ശക്തമായ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുള്ളിടത്തോളം കാലം എന്നെങ്കിലും ഒരിക്കൽ ഉത്തരം കണ്ടെത്താൻ കഴിയും എന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾ. ഒരു പക്ഷേ മരണത്തെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ നിതിൻ രാജ് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇത് ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. പുറത്തു വന്ന നിതിൻ രാജിൻ്റെ വീഡിയോ ക്ലിപ്പിൽ അത്രയേറെ ആത്മവിശ്വാസത്തോടു കൂടി എന്ത് പ്രതിബന്ധങ്ങൾ തരണം ചെയ്തും എന്ത് ത്യാഗം സഹിച്ചും ഡോക്ടറായി പുറത്തിറങ്ങും എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെ അവൻ പറയുന്ന വാക്കുകൾ കേട്ടതുകൊണ്ട് മാത്രമാണ്. ഗുരുകുല വിദ്യാഭ്യാസ കാലം തൊട്ടേ പരിപാവനമായ ഗുരുശിക്ഷ ബന്ധത്തെക്കുറിച്ച് നമ്മൾ വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുണ്ട്. പിന്നീട് വിദ്യാലയ കാലഘട്ടത്തിലും കലാലയ കാലഘട്ടത്തിലും നമ്മൾ അറിഞ്ഞിട്ടുള്ള ഗുരുശിക്ഷ ബന്ധം എന്നുള്ളത് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന നിതിൻ രാജിൻ്റെ ക്യാമ്പസിലെ ഡോക്ടർ റാം എന്ന അധ്യാപകൻ്റെ പെരുമാറ്റമാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതാണോ അധ്യാപനം എന്നും വിദ്യാർത്ഥികൾക്ക് ഇവർ നൽകുന്ന പാഠം എന്ത് എന്നതിനെക്കുറിച്ചുമൊക്കെയുള്ള ആശങ്ക നമ്മുടെയൊക്കെ മനസ്സിൽ ഉയർന്നു വന്നില്ലേ? വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായി മാറുന്ന സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും കൈകൾ നീട്ടി വിദ്യാർത്ഥികളെ എല്ലാ അർത്ഥത്തിലും അഭ്യസ്തവിദ്യരാക്കി മാറ്റാൻ ശ്രമിക്കുന്ന അധ്യാപകരെയല്ലേ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്? അഞ്ചരക്കണ്ടി കോളേജിലെ അധ്യാപനത്തിൻ്റെ മേന്മ എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മളൊക്കെ ഉത്തരം നൽകേണ്ടത്? നിതിൻ രാജിന് ഈ ക്യാമ്പസിനകത്ത് എത്രമാത്രം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞിട്ടുള്ളതല്ലേ? സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നവർ അധ്യാപകർ തന്നെ ആയിരിക്കും. വിദ്യ കൊണ്ട് വിദ്യാർത്ഥികളെ എളുപ്പം മാറ്റിയെടുക്കാൻ സാധിക്കുന്നതും ഇവർക്കു തന്നെയായിരിക്കും എന്നു വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. പല അധ്യാപകരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. ലോകത്തിൻ്റെ ഏതു കോണിൽ പോയാലും ഞങ്ങൾ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സ്നേഹത്തോടു കൂടി ടീച്ചറെ എന്ന് വിളിച്ച് ഓടിവരും എന്ന കാര്യം. ഇത് ഞങ്ങൾക്ക് മാത്രം സിദ്ധിച്ച ഭാഗ്യമാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ കാണുന്ന തിളക്കം നമുക്കൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത്രമേൽ വിദ്യാർത്ഥികളെ സ്നേഹിച്ചും കരുതലോടുകൂടി അടുപ്പത്തോടുകൂടി ലാളിച്ചും വാത്സല്യം കാണിച്ചും കൊണ്ടു നടന്ന അധ്യാപകരെയെ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മുടെയൊക്കെ കലാലയ ജീവിതം കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ നമുക്കൊക്കെ എന്തോ ഒരു വിഷമം ഉള്ളിൽ തോന്നാറില്ലേ? വിദ്യാർത്ഥികൾ അധ്യാപകരെ എന്നും ഓർത്തിരിക്കുന്നുവെങ്കിൽ അതിൽ ഒരുപക്ഷെ വിദ്യാർത്ഥികളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും പരാജയത്തിൽ വേദനിക്കുകയും ചെയ്യുന്ന മനസ്സുമായി ഈ അധ്യാപകർ ജീവിച്ചിരുന്നതുകൊണ്ടായിരിക്കാം. ഒടുവിൽ കുറേയേറെ വേദനകളുമായി വേർപാടിൻ്റെ വേദനയുമായി പടിയിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലും ഉണ്ടായിരുന്നില്ലേ ഒരുപാട് സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന അധ്യാപകരും ഒരുപാട് സ്നേഹത്തോടു കൂടി പെരുമാറുന്ന വിദ്യാർത്ഥി സമൂഹവും അത്രയേറെ സ്നേഹിച്ച ആസ്വദിച്ച ക്യാമ്പസ് വിദ്യാഭ്യാസം നമുക്കുമുണ്ടായിട്ടില്ലേ? പക്ഷേ ഇന്ന് അഞ്ചരക്കണ്ടി കോളേജിലെ വിദ്യാർത്ഥികൾ പറയുന്നു, ഇവിടെ നിന്ന് പഠിച്ച്
പടിയിറങ്ങി പോയാൽ പിന്നീട് ഒരിക്കലും ഇങ്ങോട്ടൊരു തിരിച്ചുവരവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന്. ഇതിന് അവരെ പ്രാപ്തരാക്കിയത് ആ ക്യാമ്പസിനകത്ത് അവർ നേരിട്ട പീഡനങ്ങൾ ആയിരിക്കാം എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. കളിച്ചും ചിരിച്ചും ഇണങ്ങിയും പിണങ്ങിയും കൂട്ടുകൂടിയും കഴിയേണ്ട ക്യാമ്പസ് കാലഘട്ടം വിദ്യാർത്ഥികൾക്ക് സമ്മാനിക്കുന്നത് നീറുന്ന ഓർമ്മകൾ മാത്രമായി മാറുമ്പോൾ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കില്ലേ? ഇതിനൊക്കെ ഉത്തരവാദികളായവർക്കു നേരെ വിരൽ ചൂണ്ടേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ഡോക്ടർ റാം എന്ന വ്യക്തിയിൽ നിന്ന് നിതിൻ രാജ് എന്ന കുട്ടിക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് സഹപാഠികൾ തുറന്നു പറഞ്ഞപ്പോൾ അതൊക്കെ നമ്മൾ ഞെട്ടലോടെയല്ലേ കേട്ടത്. ക്ലാസ് മുറിയിൽ സഹപാഠികൾക്ക് മുന്നിൽ അപമാനിതനായി തലകുനിച്ചിരിക്കുന്ന നിതിൻ രാജ് എന്ന വിദ്യാർത്ഥിയുടെ ദയനീയാവസ്ഥ എന്തുകൊണ്ട് ഈ അധ്യാപകൻ മനസ്സിലാക്കാതെ പോയി? അതോടൊപ്പം തന്നെ ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ തങ്ങൾക്കു നേരിട്ട ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി മുന്നോട്ട് വന്നു എന്നുള്ളത് സ്വാഗതാർഹം തന്നെയാണ്. ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കരുത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി റാം മാറിയെങ്കിൽ അത് വിദ്യാർത്ഥികളോടുള്ള ക്രൂരമായ പെരുമാറ്റം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതൊക്കെ നടക്കുന്നത് നമ്മളൊക്കെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് അഭിമാനത്തോടു കൂടി വിശേഷിപ്പിക്കുന്ന ജാതിയുടെയോ മതത്തിൻ്റെയോ പണത്തിൻ്റെയോ പദവിയുടെയോ പേരിൽ വേർതിരിവ് കാണിക്കാത്ത തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തുടച്ചു മാറ്റപ്പെട്ട നമ്മുടെ സ്വന്തം കേരളത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഭീതിജനകം. വിദ്യാർത്ഥികളോട് അധിക്ഷേപവും അധികാര സ്വരവും മാത്രം വാക്കുകളിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പെരുമാറുന്ന അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് എന്ത് പാഠമാണ് നൽകുന്നത്? ഹീനമായ വാക്കുകൾ കൊണ്ട് വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്ന അധ്യാപകർ നമ്മുടെ നാടിനു തന്നെ ശാപമല്ലേ? അക്ഷരജ്ഞാനമില്ലാത്തവർ പോലും പറയാൻ അറയ്ക്കുന്ന വാക്കുകൾ വിദ്യാർത്ഥികൾക്കു നേരെ നിരന്തരം പ്രയോഗിക്കുമ്പോൾ അത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനും സംസ്കാരത്തിനും ചേർന്നതാണോ? സ്കൂൾ കുട്ടികളെ പോലും വടിയെടുത്ത് തല്ലിപ്പഠിപ്പിക്കാൻ നമ്മുടെ നിയമം അനുശാസിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ മുതിർന്ന വിദ്യാർത്ഥികളെ രക്ഷിതാക്കളുടെ മുന്നിൽ വെച്ചുപോലും കൈയോങ്ങാനും തല്ലാനുമുള്ള ധൈര്യം ഈ അധ്യാപകന് എങ്ങനെയുണ്ടായി എന്ന് നാം കണ്ടെത്തേണ്ടതല്ലേ? ഇത്തരം സന്ദർഭങ്ങളിലാണ് ശക്തമായ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെയും കെട്ടുറപ്പുള്ള PTA കമ്മിറ്റിയുടെയും ആവശ്യകതയെക്കുറിച്ച് നമ്മളൊക്കെ ചിന്തിച്ചു പോകുന്നത്. ഇന്ന് തങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനും നിതിൻ രാജിന് നീതിക്കും വേണ്ടി അഞ്ചരക്കണ്ടി കോളേജിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ഒന്നടങ്കം കോട്ടഴിച്ചു വെച്ച് സമരത്തിനിറങ്ങി എങ്കിൽ ഇത് മാറ്റത്തിനുള്ള ഒരു തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ശിക്ഷിക്കപ്പെടേണ്ടവർ ശിക്ഷിക്കപ്പെടണം. ഈ സമരത്തിൽ ഇവരോടൊപ്പം രക്ഷിതാക്കൾ കൂടി പങ്കെടുക്കുന്നു എന്നുള്ളതും സന്തോഷം തരുന്ന കാര്യമാണ്. ഇവിടെ ഇനിയും വിദ്യാർത്ഥികൾ ബലിയാടുകളായി മാറരുത്. ചോദ്യം ചെയ്യപ്പെടേണ്ടത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടുകയും. നിതിൻ രാജ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും വിദ്യാർത്ഥികളായ സഹപാഠികളായ നിങ്ങളുടെയൊക്കെ മനസ്സിൽ നിതിൻ രാജിൻ്റെ പുഞ്ചിരിക്കുന്ന മുഖം മായാതെ നിൽക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നീതി കിട്ടും വരെ പോരാടാൻ ഇത് നിങ്ങൾക്ക്
മനോവീര്യം തരും എന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും പതറാതെ ഇത് സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ളതാണ്, നീതിക്ക് വേണ്ടിയുള്ളതാണ് എന്ന വിശ്വാസത്തോടു കൂടി പോരാടാൻ നിങ്ങൾക്ക് സാധിക്കണം. ഈ പോരാട്ടത്തിലൂടെ നിങ്ങൾ നേടുന്ന വിജയം വിദ്യാർത്ഥികളെ ശത്രുതാ മനോഭാവത്തോടു കൂടി കാണുന്ന അധ്യാപകർക്കുള്ള പാഠമായിരിക്കുകയും ചെയ്യും എന്നും എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത നിതിൻ രാജ് എന്ന കുട്ടി നമ്മുടെയൊക്കെ മനസ്സിനെ വേദനിപ്പിച്ചു എങ്കിൽ ആ കുടുംബത്തിൻ്റെ വേദന എന്തായിരിക്കും എന്ന് നമുക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നെങ്കിലും ഒരിക്കൽ മകൻ പഠിച്ച് ഡോക്ടറായി മാറും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന രക്ഷിതാക്കൾക്കു മുന്നിലേക്ക് നിതിൻ രാജ് ചേതനയറ്റ് കടന്നു വന്നപ്പോൾ ഇതിന് പകരം വയ്ക്കാൻ, ഈ നഷ്ടത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ല എന്നെനിക്കറിയാം. അപ്രതീക്ഷിതമായി കടന്നു വന്ന മരണം ആ കുടുംബത്തെ തളർത്തിയപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒന്നേ നിങ്ങളോട് പറയാൻ സാധിക്കും: നിങ്ങളുടെ നഷ്ടത്തിൽ, നിങ്ങളുടെ വേദനയിൽ ഇനിയും മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത കേരള ജനത ഒന്നടങ്കം ഉണ്ടാകും. അത് തീർച്ചയാണ്.